ദൃശ്യം 3 ലാലേട്ടൻ നായകനാക്കി ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത സിനിമയാണ് ദൃശ്യം 3. ദൃശ്യത്തിന്റെ 3ാം ഭാഗം ഏപ്രിൽ 2-ന് മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായാണ് പടം തിയേറ്ററുകളിൽ എത്തുന്നത്. പടത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ദൃശ്യം 3യുടെ ഒരു ടീസർ വരാൻ പോവുകയാണ്. അപ്ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 ദൃശ്യം 3 ഒഫീഷ്യൽ ടീസർ പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്ഡേറ്റ് ഉടനെ ഉണ്ടാവും. ആട് 3 MMT ഡയറക്ഷനിൽ ജയസൂര്യയുടെ ലീഡിൽ വരുന്ന പടമാണ് ആട് സിനിമയുടെ 3ാം ഭാഗമായിട്ടുള്ള ആട് 3. ആട് ശരിക്കും ഒരു സംഭവമാണല്ലേ. ആദ്യ ഭാഗം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ട് അതിനൊരു സെക്കൻഡ് പാർട്ട് വന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 9 വർഷത്തിന് ശേഷം കൊടൂര ഫാൻ ബേസിൽ അതിന്റെ 3ാം ഭാഗം, അതും 2026 മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിട്ട്. അതൊന്നും അത്ര ചെറിയ കാര്യമല്ല. മോളിവുഡിൽ പാപ്പന്റെ ലെവല് വേറെയാ. മാർച്ച് 19-നാണ് പടം വേൾഡ് വൈഡായി റിലീസ് ആവുന്നത്. ഇപ്പോ ആട് 3യുടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ട്രെയിലർ റെഡിയാണ്. 3 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. മാർച്ച് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. AK65 ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന തലയുടെ 64ാമത്തെ പടത്തിന് ശേഷം വരുന്ന അടുത്ത പടം AK65 ഇപ്പോ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. വീരം, വേതാളം, വിവേകം, വിശ്വാസം ഈ സിനിമയ്ക്ക് ഡയറക്ട് ചെയ്ത നമ്മുടെ കങ്കുവ ശിവയാണ് AK65 സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. പടം ഇപ്പോ ശിവ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ടോക്സിക് മാർച്ച് 19-ന് വേൾഡ് വൈഡ് റിലീസ് എത്താൻ പോകുന്ന യാഷ് സിനിമയാണ് ടോക്സിക്. ഗീതു മോഹൻദാസ് ആണ് പടം ഡയറക്ട് ചെയ്യുന്നത്. ടോക്സിക് വയലൻസ് ഇച്ചിരി കൂടുതലുള്ള ഒരു പടമാണ്. സെൻസർ കഴിഞ്ഞ A സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇപ്പോ ഈ പടത്തിന്റെ ഡ്യൂറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പടം ലോങ് റണ്ണിംഗ് ആണ്. 3 മണിക്കൂറും 15 മിനിറ്റും ആണ് പടത്തിന്റെ ഡ്യൂറേഷൻ. പടം നല്ലതാണെങ്കിൽ ഡ്യൂറേഷൻ ഒന്നും ഒരു വിഷയമല്ല. പക്ഷെ പടം നല്ലതായിരിക്കണം. നല്ലതായാൽ മതി. പാട്രിയറ്റ് മഹേഷ് ഡയറക്ഷനിൽ വരുന്ന മലയാളത്തിലെ ഒരു വലിയ മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫാഫ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ഇവരെയും കൂടാതെ ചില ക്യാമിയോസ് കൂടി ഈ പടത്തിലുണ്ട്. ഇപ്പോ പടത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. പടം ഏപ്രിൽ 23-ന് വേൾഡ് വൈഡായി റിലീസിന്. അസ്രായേൽ, ലൂസിഫർ, എംപുരാൻ, അസ്രായേൽ എൽ ഫ്രാഞ്ചൈസിന്റെ 3ാം ഭാഗമാണ് അസ്രായേൽ. ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അതാണ് പടം. സംഭവിക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും അസ്രായേൽ. എംപുരാൻ പ്രതീക്ഷ രീതിയിൽ അങ്ങോട്ട് സെറ്റ് ആവാത്ത കാരണമാണ് ഈ പ്രോജക്റ്റ് ഇപ്പോഴും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അന്നേ ഓണായനെ. എംപുരാൻ റിലീസായിട്ട് അടുത്ത മാസം 1 വർഷം പോവാണ്. എന്നിട്ടും ഇതുവരെ അടുത്ത പാർട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതിനൊരു വലിയ കാരണമുണ്ട്. എംപുരാൻ ഉണ്ടായ വൻ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സിനിമയും നല്ല രീതിയിൽ അങ്ങ് ബാധിച്ചു. രാഷ്ട്രീയപരമായ പല പ്രശ്നങ്ങളും, പിന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ പടം വർക്കായതുമില്ല. എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ പോയപ്പോ അവരിത് നോർത്തിൽ കൊണ്ട് വള്ളി പിടിച്ചു. അങ്ങനെ ചില പോരായ്മകളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിലും ഒരിക്കലും ഇതൊരു മോശം സിനിമയല്ല. അടുത്ത ഭാഗങ്ങളിൽ കത്തിച്ചു വിടാവുന്നതേ ഉള്ളൂ. അസ്രായേൽ വരുവാണെങ്കിൽ ഈ സിനിമ ഉറപ്പായും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രാക്കിൽ കയറും. പക്ഷെ പടം ഇനി നടക്കില്ല, ഡ്രോപ്പ് ആയി പോയി, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ ഓൾറെഡി വന്നിരുന്നെങ്കിലും പടത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള മുരളി ഗോപി തന്നെ ഈ അടുത്ത് കൺഫേം ചെയ്തിരുന്നു ഉറപ്പായും 3ാം ഭാഗം വരുമെന്ന്. 3 ഭാഗങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഥയാണിത്. 3ാം ഭാഗം വന്നാലേ ഇത് ഒരുവിധമെങ്കിലും പൂർണ്ണമാവൂ. ഒരിക്കലും ഈ സിനിമയൊന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പല കമ്മിറ്റ്മെന്റ്സും ഉള്ളതാണ്. പിന്നെ വൈകുന്നതിന്റെ കാരണം അതൊരു വലിയ സിനിമയാണ്. മലയാളം പോയി ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും വലിയൊരു പടം വരുമ്പോ അത് ടെക്നിക്കലി ഫിനാൻഷ്യലി പോസിബിൾ ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ലൂസിഫർ കഴിഞ്ഞ് എംപുരാൻ വന്നപ്പോ ഗ്യാപ്പ് 7 വർഷമായിരുന്നു. 50 കോടിക്ക് ലൂസിഫർ എടുത്തെങ്കിൽ എംപുരാൻ ആയപ്പോ അത് 150 കോടിയായി. ഇനി എംപുരാനിൽ നിന്നും അസ്രായേൽ സംഭവിക്കുമ്പോ അതിന്റെ ഒരു വലിപ്പം വെച്ച് ചിലപ്പോ ഇരട്ടിയാവും. അപ്പോ ഇങ്ങനെയും ചില കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്, അല്ലാതെ ഡ്രോപ്പ് ആയിട്ടൊന്നുമില്ല. പിന്നെ പൃഥ്വിരാജ് ഒരു സിനിമ കൂടി ഡയറക്ട് ചെയ്തിട്ട് അസ്രായേലിലേക്ക് വരും. അപ്പോ കുറച്ച് സമയം എടുക്കും. എന്തായാലും അസ്രായേൽ സിനിമയുടെ ഭാഗത്ത് നിന്ന് മാർച്ച് 27-ന് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോക്കാം. കൈദി 2 ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ കാർത്തിയുടെ ലീഡിൽ വരുന്ന PK സിനിമയാണ് കൈദി 2. LCയുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ ഇനി കൈദി 2 തന്നെ വരണം. ഇടയ്ക്ക് LCയിൽ നിന്ന് ബെൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. LC പഴയ ട്രാക്കിൽ കയറണമെങ്കിൽ കൈദി 2 തന്നെ വരണം. ഇപ്പോ ലോകേഷ് കനകരാജ് അടുത്തേ ചെയ്യാൻ പോകുന്നത് അല്ലു അർജുന്റെ AA23 ആണ്. അതിനിയും ആരംഭിച്ചിട്ടില്ല. മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്ഡേറ്റ്. അല്ലു പടം കഴിഞ്ഞാൽ ലോകേഷ് വീണ്ടും കൈദി 2-ലേക്ക് വരും. വന്നാ മതിയായിരുന്നു. ലോകേഷ് ആയതുകൊണ്ട് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. ഇപ്പൊ എന്തായാലും LCയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് മാർച്ചിൽ വരുന്നുണ്ട്. അത് കൈദി 2-ൽ നിന്നുള്ള എന്തോ അപ്ഡേറ്റ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്ഡേറ്റ് വരുന്ന ഡേറ്റ് മാർച്ച് 14. കുറച്ചു ദിവസം മുമ്പ് ദില്ലി എന്ന ടൈറ്റില് ഇവരൊരു ടീസറൊക്കെ സെൻസർ ചെയ്തിരുന്നു. ചിലപ്പോ അതും ആവാം. അപ്പോ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഓക്കെ, ബൈ.